പത്തനംതിട്ടയിൽ 19-കാരി ഗായത്രി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗായത്രിയുടെ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന ആദർശിനെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ. പെൺകുട്ടിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ തന്നെ ആദർശ് വീട്ടിലുണ്ടായിരുന്നു. അടൂരിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മകളെ പഠനത്തിന് അയക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ പറയുന്നു. ആദ്യ പ്രതികരണത്തിലേക്ക്. രണ്ടുപേരെ സംശയമുണ്ട്. ഒന്ന് സ്ഥാപനത്തില്, മറ്റൊന്ന് ഇപ്പൊ ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവനെ സംശയമുണ്ട്. ആദർശ് അന്ന് ഞാൻ അന്വേഷിച്ചു. ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പലരെയും വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഈ ആദർശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് അവൻ ഗോവയ്ക്ക് പോയെന്നാണ് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇവിടുന്ന് ഗോവയ്ക്ക് ഓടി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നാഷണൽ ഡ്രൈവറാണ്. ശരി, സുജുറ്റി ബാബു ചേരുകയാണ്. സുജു, ഇത്തരത്തിൽ ഗായത്രിയുടെ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന ആദർശിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഈ കേസിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അമ്മയാണ് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണമായി ആദ്യം എത്തുന്നത്. അമ്മ പറയുന്നത് ഈ കുട്ടി അഗ്നിവീറിന് വേണ്ടി പരിശീലനം നടത്തിയ സ്വകാര്യ ആർമി റിക്രൂട്ട്മെന്റ് ഏജൻസിയിലെ ട്രെയിനർ ആണ് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു. അതിനെ തുടർന്ന് ഡേറ്റിംഗിന് ഉൾപ്പെടെ ക്ഷണിച്ചു. അതിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്താണ് അമ്മയുടെ വാദം. അമ്മ ഈ കാര്യം ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ചന്ദ്രശേഖരൻ, അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേരിനൊപ്പമുള്ളതെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം എത്തുകയും ഈ പെൺകുട്ടിയുടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ആൾ, അതായത് ആദർശ് എന്ന വ്യക്തി, ഈ കുട്ടി മരിക്കുന്ന വിദ്യാർത്ഥിനി മരിക്കുന്നതിന് ഈ 19-കാരി മരിക്കുന്ന ദിവസം ഗോവയ്ക്ക് പോയെന്നാണ് ആരോപിക്കുന്നത്. ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ ആദർശിനെതിരെ ഇപ്പോൾ ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനു ശേഷവും ഈ 19-കാരിയായിരുന്ന മരിച്ച ഗായത്രിയുടെ അമ്മ പ്രതികരണം നടത്തിയിരുന്നു. അമ്മ ഈ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുന്നു. അമ്മ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഈ കേസിൽ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രെയിനർ തന്നെയാണ്. കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മയുടെ വാദം.